ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പവർ പോയിന്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എല്ലാ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിട്ട് പവർ പോയിന്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറും പെന്നും എടുത്ത് വെക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. ഞാൻ ആൻസർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ തെറ്റായിട്ടുണ്ടോ അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു റിവിഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് ഇപ്പോൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞവർക്കാണെങ്കിലും പഠിക്കാത്തവർക്കാണെങ്കിലും ഫുൾ റിവിഷൻ ഈ ഒരു പവർ പോയിൻ്റിൽ നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പറൊന്നും കറക്റ്റ് അല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ആ നമ്പർ തന്നെയായിരിക്കും വരിക. ഓക്കെ, അത് നോക്കണ്ട. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രിഡ് ലൈൻസ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്ത് ദ ഡാഷ് കീ കോമ്പിനേഷൻ ഇൻ പവർ പോയിന്റ്. അതായത് ഗ്രിഡ് ലൈൻസ് ഏത് കീ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് പവർ പോയിന്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് സമയം തികയുന്നില്ല, ആൻസർ മാർക്ക് ചെയ്യാൻ സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ആൻസർ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഷിഫ്റ്റ് പ്ലസ് F9 ആണ്. ഷിഫ്റ്റ് പ്ലസ് F9 ആണ് ഗ്രിഡ് ലൈൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള കീ കോമ്പിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് പവർ പോയിന്റ് ഫീച്ചേഴ്സ് വുഡ് അലോ എനി യൂസർ ടു ക്രിയേറ്റ് എ ഗിവൺ സിമ്പിൾ പ്രസൻറ്റേഷൻ ക്വിക്കർ? വിച്ച് ഓഫ് ദീസ് PowerPoint features would allow any user to create a given simple presentation quicker. അതായത് ഒരു സിമ്പിൾ പ്രസൻറ്റേഷൻ ഏറ്റവും പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് കിട്ടും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് പവർ പോയിന്റിൻ്റെ ഫീച്ചർ? ആൻസർ ഓപ്ഷൻ ഡി, ഓട്ടോ കണ്ടന്റ് വിസാർഡ് ആണ്. ഓട്ടോ കണ്ടന്റ് വിസാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഓപ്ഷൻസ് ഇൻ പവർ പോയിന്റ് വുഡ് അലോ അസ് ടു ക്യാരി എനി സെറ്റ് ഓഫ് സ്ലൈഡ്സ് ഫ്രം എ ഗിവൺ കമ്പ്യൂട്ടർ ടു അനദർ വൺ? അതായത് താഴെ തന്നിട്ടുള്ള പവർ പോയിന്റിൽ ഏതാണ് നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്ലൈഡ് ക്യാരി ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏത് ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാക്ക് ആൻഡ് ഗോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻക്ലൂഡഡ് ഇൻ പവർ പോയിന്റ്. ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻക്ലൂഡഡ് ഇൻ പവർ പോയിന്റ്. ആൻസർ ഓപ്ഷൻ ബി 16 ആണ്. 16 നമ്പർ ഓഫ് കോളംസ് ആണ് പവർ പോയിന്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ടു പ്ലേസ് സംതിങ് ഇൻ ദ സെയിം പൊസിഷൻ ഓൺ എവറി സ്ലൈഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ഇൻ ടു. അതായത് നമുക്ക് ഒരു സാധനം, എന്തെങ്കിലും ഒരു സാധനം സെയിം പൊസിഷനിൽ എല്ലാ സ്ലൈഡിലും ഓട്ടോമാറ്റിക്കലി വരണമെങ്കിൽ അത് എവിടെ ഇൻസേർട്ട് ചെയ്യണം? ആൻസർ ഓപ്ഷൻ എ, സ്ലൈഡ് മാസ്റ്റർ ആണ്. സ്ലൈഡ് മാസ്റ്ററിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂസ് ഈസ് ദ ബെസ്റ്റ് വ്യൂ ടു യൂസ് വെൻ യു നീഡ് ടു റീഓർഗനൈസ് യുവർ സ്ലൈഡ്? അതായത് നമുക്ക് സ്ലൈഡ്സിനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. വിച്ച് ഇസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ? പുതിയ ഒരു സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, Ctrl+M ആണ്. വിച്ച് മെനു അലോസ് us ടു ചേഞ്ച് ദ സ്ലൈഡ് സൈസ് ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിൽ സ്ലൈഡ് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെനു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഡിസൈൻ ആണ്. ദ എഫക്റ്റ് അപ്ലൈഡ് ടു ഡിസ്പ്ലേ വെൻ സ്ലൈഡ്സ് ചേഞ്ചസ് ഇൻ സ്ലൈഡ് ഷോ വ്യൂ ഈസ്? The effect applied to display when slides changes in slideshow view is? ആൻസർ ഓപ്ഷൻ എ, സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. അതായത് സ്ലൈഡ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നത് ഒരു സ്ലൈഡ് മാറി മറ്റൊരു സ്ലൈഡായിട്ട് വരുന്ന അതിന് ഇതിന് എഫക്റ്റ് കൊടുക്കുന്നതാണ് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ? സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, F5 ആണ്. F5. ഡാഷ് ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ദാറ്റ് അലൗസ് യു ടു ക്രിയേറ്റ് സ്ലൈഡ്സ്, ഹാൻഡ് ഔട്ട്സ്, നോട്ട്സ് ആൻഡ് ഔട്ട്ലൈൻ? ഏത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്ലൈഡ്സ്, ഹാൻഡ് ഔട്ട്സ്, നോട്ട്സ്, ഔട്ട്ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഡാഷ് ഈസ് ദ പ്രൈമറി ടൈപ്പ് ഓഫ് ഫയൽ ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിലെ പ്രൈമറി ടൈപ്പ് ഓഫ് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്ഷൻ എ ആണ്, പ്രസൻറ്റേഷൻ ആണ് പ്രൈമറി ടൈപ്പ് ഓഫ് ഫയൽ.
ഈ അതായത് ഫയൽ എന്ന് പറയുന്നത് പ്രസൻറ്റേഷനും പ്രസൻറ്റേഷനിലെ സിംഗിൾ പേജിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ടൈപ്പ് ഫയൽ എന്ന് പറയുന്നത് പവർ പോയിന്റിലെ പ്രസൻറ്റേഷനാണ്. Extension of MS PowerPoint 2007 file is extension of MS PowerPoint 2007 file. Answer option B PPTX. .pptx ആണ്. Dash are individual parts of a presentation. Individual parts ഏതാണ്? Answer option D ആണ്, slides ആണ്, slides. Dash is the specific arrangement of text and images on a slide. അതായത് ടെക്സ്റ്റിനെയും ഇമേജസിനെയും സ്ലൈഡിൽ സ്പെസിഫിക് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലേഔട്ട് ആണ്. ഡാഷ് ഇസ് എ ബോക്സ് വിത്ത് ഡോട്ടഡ് ഓർ ഹാച്ച് മാർക്ക്ഡ് ഔട്ട്ലൈൻസ് ദാറ്റ് അപ്പിയർ വെൻ വി ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ്. പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡോട്ടഡ് അല്ലെങ്കിൽ ഹാച്ച് മാർക്ക്ഡ് ഔട്ട്ലൈൻസ് വന്നിട്ട് ഒരു ബോക്സ് വരും. അതെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലേസ് ഹോൾഡർ. To add a new slide, click new slide in the slides group on the. To add a new slide, click new slide in the slides group on the. Answer option A home tab ആണ്, home tab. To select the slide layout, select layout button under. അതായത് നമുക്ക് സ്ലൈഡ് ലേഔട്ടിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഔട്ട് ബട്ടൺ എവിടെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ഹോം ടാബിൽ തന്നെയാണ് നമുക്ക് ലേഔട്ടിനുള്ള ഓപ്ഷനും ഉള്ളത്. To add specific theme on the slide, click. അതായത് സ്പെസിഫിക് തീം സ്ലൈഡിൽ വരണമെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ഡിസൈൻ ടാബ് ആണ്, ഡിസൈൻ ടാബ്. ടു ആഡ് ടെക്സ്റ്റ്, ക്ലിക്ക് ടെക്സ്റ്റ് ബോക്സ് ഫ്രം ദ ടെക്സ്റ്റ് ഗ്രൂപ്പ് ഓൺ ദ. അതായത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യണം. ഏത് ടെക്സ്റ്റ് ഗ്രൂപ്പ് ഏതിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഇൻസേർട്ട് ടാബ് ആണ്. വിച്ച് ടാബ് യൂസ്ഡ് ടു ഗിവ് മൂവ്മെൻറ്റ്സ് ടു സ്ലൈഡ്സ് ഓർ ഒബ്ജക്ട്സ്? സ്ലൈഡിനും ഒബ്ജക്റ്റിനും ഒക്കെ മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാബ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആനിമേഷൻ ടാബാണ്. വിച്ച് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു എ പവർ പോയിൻറ്റ് ഷോ? പവർ പോയിൻറ്റ് ഷോയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. അതായത് .jpg, .giv, .wav. Special effects used to introduce slide in a presentation are called. Special effects used to introduce a slides in a presentation are called. Answer option C transitions ആണ്. What is the term used when you press and hold the left mouse key and move the mouse around slide? അതായത് ലെഫ്റ്റ് മൗസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ലൈഡിലൂടെ മൗസ് മൂവ് ചെയ്ത് പോകുന്നതിന് എന്ത് പറയും? ആൻസർ ഓപ്ഷൻ ബി ഡ്രാഗിങ് ആണ്, ഡ്രാഗിങ്. ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻക്ലൂഡഡ് ഇൻ പവർ പോയിന്റ് ഈസ്? ആൻസർ ഓപ്ഷൻ ബി 16 ആണ്. ദ ക്യാരക്ടർ സ്പേസിംഗ് അവൈലബിൾ ഇൻ പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാരക്ടർ സ്പേസിങ്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്, നോർമൽ, എക്സ്പാൻഡഡ്, കണ്ടൻസ്ഡ്. The option helps to position size formatting of the slides to their default settings is called. Answer option B both A and B. Undo and reset ആണ്. Types of shapes available in PowerPoint? Answer option D ആണ്, all of the above. അതായത് ഫ്ലോ ചാർട്ട്സ് ആൻഡ് കോളൗട്ട്സ്, ലൈൻസ് ആൻഡ് റെക്റ്റാങ്കിൾസ്, ഇക്വേഷൻ ആൻഡ് ആക്ഷൻ ബട്ടൺസ്. The method of moving items on a slide is called. The method of moving items on a slide is called. Answer option B motion path ആണ്, motion path. In Microsoft PowerPoint, in order to see all the slides on one screen use. അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നമുക്ക് എല്ലാ സ്ലൈഡും ഒറ്റ തവണ, അതായത് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ അല്ലെങ്കിൽ അതിൻ്റെ വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വ്യൂ സ്ലൈഡ്സ് ഓർഡർ ആണ്. When using PowerPoint to play a PowerPoint show for previewing the show, select. അതായത് പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി വ്യൂ സ്ലൈഡ് ഷോ. വാട്ട് ആർ ലൈൻസ്, കർവ്, ഫ്രീ ഫോം ആൻഡ് സ്ക്രിബിൾ? എന്താണ് ലൈൻസ്, കർവ്സ്, ഫ്രീ ഫോം ആൻഡ് സ്ക്രിബിൾ? ആൻസർ ഓപ്ഷൻ സി ആണ്, ടൈപ്സ് ഓഫ് കസ്റ്റം മോഷൻ പാത്സ് ആണ്.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഡ്വാൻസ് ദ സ്ലൈഡ് ഇൻ എ സ്ലൈഡ് ഷോ വ്യൂ. സ്ലൈഡ് ഷോ വ്യൂവിൽ താഴെ പറയുന്ന ഏതൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈഡ് ഷോ മുന്നോട്ടേക്ക് അഡ്വാൻസ് ചെയ്യില്ല. ഏതാണ് കീ? ആൻസർ ഓപ്ഷൻ എ എസ്കേപ്പ് കീ ആണ്. ടു ആഡ് എ ഹെഡർ ഓർ ഫൂട്ടർ ടു യുവർ ഹാൻഡ് ഔട്ട് യു ക്യാൻ യൂസ്. അതായത് നമുക്ക് ഹാൻഡ് ഔട്ടിലേക്ക് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ആഡ് ചെയ്യണം. എന്താണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ദ ഹാൻഡ് ഔട്ട് മസ്റ്റർ. ഹാൻഡ് ഔട്ട് മസ്റ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൈപാസസ് ദ പ്രിന്റ് ഡയലോഗ് ബോക്സ് വെൻ പ്രിന്റിംഗ് ഇൻഡിവിജ്വൽ സ്ലൈഡ്സ് ഓർ എൻ്റയർ പ്രസൻറ്റേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൈപാസസ് the print dialog box when printing individual slides or an entire presentation. Answer option B ആണ് the print button. Presentation designs regulate the formatting and layout for the slide and are commonly called. Design താഴെ തന്നിട്ടുള്ളതിൽ പ്രസൻറ്റേഷൻ ഡിസൈൻസ് ഫോർമാറ്റിംഗ് ലേഔട്ടൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ ഡിസൈൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫോർമാറ്റിംഗ് ലേഔട്ട്, നമ്മുടെ സ്ലൈഡിൻ്റെ ഫോർമാറ്റിംഗ് ലേഔട്ടൊക്കെ കോമൺ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ ഡിസൈൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് എ പ്രിൻറ്റഡ് കോപ്പി ഓഫ് യുവർ പ്രസൻറ്റേഷൻ. അതായത് പ്രസൻറ്റേഷൻ്റെ പ്രിൻറ്റഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നത് താഴെ തരുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓഡിയൻസ് ഹാൻഡ് ഔട്ട് ആണ്. ഓഡിയൻസ് ഹാൻഡ് ഔട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസൻറ്റേഷൻ എലമെൻറ്റ്സ് ക്യാൻ യു മോഡിഫൈ യൂസിങ് സ്ലൈഡ് മാസ്റ്റർ. സ്ലൈഡ് മാസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് താഴെ തന്നിട്ടുള്ള ഏത് പ്രസൻറ്റേഷൻ എലമെൻ്റ് ആണ് മോഡിഫൈ ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ബി സ്ലൈഡ് ട്രാൻസിഷൻ. ഓക്കെ. Which of the following views is the best view to use when setting transition effects for all slides in a presentation? താഴെ തന്നിട്ടുള്ളതിൽ ഏത് വ്യൂ ആണ് ബെസ്റ്റ് വ്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് ട്രാൻസിഷൻ എഫക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെസ്റ്റ് വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. വിച്ച് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റ് കസ്റ്റം ടൈമിംഗ് ഫോർ സ്ലൈഡ്സ് ഇൻ പ്രസൻറ്റേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റ് കസ്റ്റം ടൈമിംഗ്സ് ഫോർ സ്ലൈഡ്സ് ഇൻ a presentation? Answer option C rehearsal ആണ്. rehearsal. Which of the following can you add times to the slides in a presentation? Which of the following can you use to add times to the slides in presentation? Answer option B ആണ് rehearse timing button. rehearse timing button. Which of the following is the default page setup orientation for slides in PowerPoint? Which of the following is the default page setup orientation for slides in PowerPoint? Answer option C landscape ആണ്. landscape. In Microsoft PowerPoint, the entry effects adds one slide replaces another in a show is called. In Microsoft PowerPoint, the entry effect adds one slide replaces another in a show is called. Answer option B slide transition. How can you create a uniform appearance by adding background image to all slides? How can you create a uniform appearance by adding a background image to all slides? Answer option B ആണ് edit the slide master. Which type of files cannot be navigated using clipart browser? clipart browser കൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫയൽ ടൈപ്സ്. ആൻസർ ഓപ്ഷൻ ഡി MP3. MP3 എന്ന് പറയുന്ന സൗണ്ട് ഫയലാണ്. ഓക്കെ. AVI, BMP, WAV ഇതൊക്കെ നമുക്ക് മൾട്ടിമീഡിയ ഇതാണ്. അതായത് സൗണ്ട് ഒഴികെയുള്ള ഇമേജസും വീഡിയോസിൻ്റെയും ക്ലിപ്പാർട്സ് ആണ്. ഓക്കെ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആനിമേഷൻസ് വാട്ട് ഇസ് എ ട്രിഗർ? ആനിമേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? an item on the slide that performs an action when clicked. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ട്രിഗർ എന്ന് പറയുന്നത്. ടു സെലക്ട് വൺ ഹൈപ്പർ ലിങ്ക് ആഫ്റ്റർ അനദർ ഡ്യൂറിങ് എ സ്ലൈഡ് പ്രസൻറ്റേഷൻ വാട്ട് ഡു യു പ്രസ്? അതായത് ഒരു ഹൈപ്പർ ലിങ്കിന് ശേഷം മറ്റൊരു ഹൈപ്പർ ലിങ്ക്, ഇങ്ങനെ ഈ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ്റെ സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ടാബ് ആണ്. ടാബ്.
Which types of fonts are best suitable for files and headlines? ഫയൽസിനും ഹെഡ്ലൈൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോൺസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സാൻസ് സെറിഫ് ഫോൺസ്. Which type of fonts are best suitable for large amount of text and headlines? ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റിന് പിന്നെ അതുപോലെ ഹെഡ്ലൈൻസിനും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സെറിഫ് ഫോൺസ് ആണ്. Which PowerPoint view works best for adding slide transition? സ്ലൈഡ് ട്രാൻസിഷന് വേണ്ടിയിട്ട് വരുന്ന ഏറ്റവും നല്ല വ്യൂ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്ലൈഡ് സോർട്ടർ വ്യൂ. The PowerPoint view that displays only text, title and bullets. അതായത് ടെക്സ്റ്റ്, ടൈറ്റിൽസ്, ബുള്ളറ്റ്സ് ഇത് മാത്രം കാണിക്കുന്ന PowerPoint വ്യൂ. ആൻസർ ഓപ്ഷൻ സി ഔട്ട്ലൈൻ വ്യൂ ആണ്. The view that displays the slides on a presentation as miniature representation of slide is called. The view that displays the slides on a presentation as a miniature representations of slide is called. Answer option B ആണ് slide sorter view. Which of the following allow you to select more than one slide in a presentation? ഒരു പ്രസൻറ്റേഷനിൽ more than one slide സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ക്ലിക്ക് ഈച്ച് സ്ലൈഡ്. കൺട്രോൾ പ്രസ് ചെയ്യുക, ഓരോ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. വിച്ച് കമാൻഡ് ബ്രിങ്സ് യു ടു ദ ഫസ്റ്റ് സ്ലൈഡ് ഇൻ യുവർ പ്രസൻറ്റേഷൻ? പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് കൊണ്ടുവരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കൺട്രോൾ പ്ലസ് ഹോം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് പ്രിൻറ്റിംഗ് ഔട്ട് ഫീച്ചർ നോട്ട്സ് വിത്ത് എ മിനിയേച്ചർ സ്ലൈഡ് ഓൺ എ പ്രിൻറ്റഡ് പേജ്? Which of the following provides a means of printing out feature notes with a miniature slide on a printed page? Answer option C ആണ് notes page. Objects on the slide that hold the text are called. Text hold ചെയ്യുന്ന objects എന്താണ്? Answer option A ആണ് placeholders. Want your logo in the same position on every slide? Automatically insert it on the. Answer option C slide master. Which of the following tool enables you to add text to a slide without using the standard placeholders? സ്റ്റാൻഡേർഡ് placeholders ഉപയോഗിക്കാതെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ടെക്സ്റ്റ് ടൂൾ ബോക്സ് ആണ്. ടെക്സ്റ്റ് ടൂൾ ബോക്സ്. വാട്ട് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഹാൻഡ് ഔട്ട് മാസ്റ്റർ? ഹാൻഡ് ഔട്ട് മാസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ലേഔട്ട് ഓഫ് ഓഡിയൻസ് ഹാൻഡ് ഔട്ട് notes or layout of audience handout notes. Which of the following should be used when you want to add a slide to an existing presentation? Which of the following should be used when you want to add a slide to an existing presentation? Existing presentationലേക്ക് പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ആണ്. ഇൻസേർട്ട് ന്യൂ സ്ലൈഡ്. The slide that is used to introduce a topic and set the tone for the presentation. അതായത് ഏത് സ്ലൈഡാണ് നമുക്ക് ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതൊരു പ്രസൻറ്റേഷൻ്റെ ടോൺ സെറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ടൈറ്റിൽ സ്ലൈഡ് ആണ്. ഇൻ MS PowerPoint the page setup button can be found on the. പേജ് സെറ്റപ്പ് ബട്ടൺ ഏതിലാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസൈൻ ടാബ്. അപ്പോൾ ഇത് MS PowerPointൽ പേജ് സെറ്റപ്പ് ബട്ടൺ വരുന്നത് ഡിസൈൻ ടാബിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മൈക്രോസോഫ്റ്റ് PowerPoint Ctrl+M ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ? അതായത് Ctrl+M എന്നുള്ളത് ഏതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂ സ്ലൈഡ്. അതായത് ഒരു സ്ലൈഡ് പുതിയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? Ctrl+M എന്ന് പറയുന്നത്. അതേസമയം Ctrl+N എന്ന് പറയുന്നത് ന്യൂ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. In Microsoft PowerPoint, two kinds of sound effects that can be added to the presentation are. അതായത് PowerPointൽ രണ്ട് തരത്തിലുള്ള സൗണ്ട് എഫക്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതൊക്കെയാണത്? ആൻസർ ഓപ്ഷൻ സി .wav and .mid.
ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വേർഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിലേക്ക് വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ ഒബ്ജക്റ്റ് ഓർ പീസ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ദെൻ അപ്ലൈ ഇറ്റ് എൽസ്വെയർ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിങ് കോപ്പി ചെയ്ത് ആ ഒരു ഫോർമാറ്റിങ് മറ്റെവിടേക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഈ പവർ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾക്ക് വേർഡ് എക്സലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.